ദുബായിൽ എങ്ങനെയാണ് ഒരു ഷോർട്ട് ടേം ലെറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ്ലി എന്താണ് ഷോർട്ട് ടേം ലെറ്റ് ബിസിനസ്? നമ്മളൊരു വീട് എടുത്തതിന് ശേഷം ആ വീട് ഷോർട്ട് ടേം അക്കോമഡേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു യൂസിങ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് Airbnb, Booking.com, VRBO, TripAdvisor ഇതുപോലത്തെ പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമ്മൾ ടെമ്പററി അക്കോമഡേഷൻ ആവശ്യമുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഷോർട്ട് ടേം അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് UAE തുടങ്ങാൻ വേണ്ടി നമുക്ക് പേപ്പർ വർക്ക്സും കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോ മേക്ക് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി പറയാൻ പോകുന്നത് ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാൻഡ്ലോഡിന്റെ അടുത്തുനിന്ന് വീട് എടുത്തതിന് ശേഷം ഈ വീട് നമ്മൾ ഷോർട്ട് ടേം ലെറ്റിൽ റൺ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രീമിയം എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും ഗസ്റ്റിന് എടുക്കുന്നത്. നമുക്കൊരു 75% ഒക്യുപ്പൻസി, അതായത് ഒരു 30 ദിവസത്തിൽ ഒരു 20-21 ഡേയ്സ് ബുക്കിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എക്സ് എമൗണ്ട് റവന്യൂ കിട്ടിയാൽ അതിൽ നിന്ന് ലാൻഡ്ലോഡിന് റെന്റ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലീനിങ് എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ബിൽസ്, എനിക്ക് ഇവിടെ ദേവ എന്ന് പറയും, ആ പേയ്മെന്റ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും നമ്മളെ മന്ത്ലി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം UAE യൂഷ്വലി നമുക്ക് മന്ത്ലി റെന്റിൽ കൊടുക്കാൻ പറ്റും, ഇല്ല എന്ന് പറയുന്നില്ല, കുറവാണ്. യൂഷ്വലി നമ്മൾ 4 ചെക്കോ 2 ചെക്കോ 1 ചെക്കോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പേ ചെയ്യുന്നത്. അതായത് ഒരു വർഷത്തെ കംപ്ലീറ്റ് റെന്റ് ചിലപ്പോൾ ഒന്നിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ക്വാർട്ടർലിയൊക്കെ ആയിട്ടായിരിക്കും പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മളെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനായിട്ട് എത്ര കൂടുതൽ ചെക്സ് ആയിട്ട് റെന്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. കാരണം നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കണം, മന്ത്ലി പ്രോഫിറ്റ്സ് കൂട്ടണം, എന്നാലേ നമ്മൾ റിട്ടേൺസ് കൂടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിഷ്യലി പ്രോഫിറ്റ് എടുക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസ് വരും, വിച്ച് ഇസ് നമുക്ക് ഏജന്റിന് കമ്മീഷൻ കൊടുക്കണം, ലാൻഡ് ലോഡിന് അപ്ഫ്രണ്ട് റെന്റ് കുറച്ച് കൊടുക്കാനുണ്ട്, നമുക്ക് പ്രോപ്പർട്ടി നമുക്ക് ഫർണിച്ചർ വേണം, സ്റ്റേജിങ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്, ഒരു കുറച്ച് സെറ്റപ്പ് കോസ്റ്റ് വരും. പക്ഷേ സ്റ്റിൽ വി ക്യാൻ മേക്ക് ദിസ് ഹാപ്പൻ. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അറിഞ്ഞിരിക്കണം. യു ഷുഡ് നോ വാട്ട് യു ആർ ഡൂയിങ്. എന്നാൽ ഇത് ആർക്കും ചെയ്യാം. യു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് ദിസ് സ്ട്രാറ്റജി, യു ക്യാൻ കമന്റ് ബിലോ W or you can get in touch with me through DMs.